LDF കരിമ്പ് പഞ്ചായത്ത് കൺവെൻഷൻ HIS ഹാളിൽ നടന്നു. LDF മണ്ഡലം സെക്രട്ടറി PM ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. വിജയരാഘവന്റെ വിജയം പാലക്കാടിന്റെ മാത്രമല്ല മതനിരപേക്ഷ ഇന്ത്യയുടെ ആകെ അതിജീവനത്തിന്റെ ഭാഗമാണെന്ന് ഗോകുൽദാസ് പറഞ്ഞു. അദാനി അംബാനിയിലൊക്കെ അവർ കാർക്കിച്ചു തുപ്പാൻ വെറ്റില മുറുക്കിയിരിക്കുമ്പോൾ ഒന്ന് നോക്കിയാൽ കോളാമ്പി എടുത്തു കൊണ്ടുവരുന്ന ശിങ്കിടിയാണ് നരേന്ദ്രമോദി. എന്താ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു? വെറുതെ പറഞ്ഞാണോ? പ്രധാനമന്ത്രി ആക്ഷേപിക്കുകയാണോ? മോഡിയാണ് അതിന് കാരണക്കാരൻ. കാരണം അയാൾ പറഞ്ഞു മോഡിയുടെ ഗ്യാരണ്ടി. അവിടെ ഞങ്ങളുടെ ചോദ്യം എന്തായിരുന്നു? നിങ്ങളുടെ ഗ്യാരണ്ടി 2014 അധികാരത്തിൽ വരുമ്പോൾ 15 ലക്ഷം രൂപ 100 ദിവസം കൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ കിട്ടും. എവിടുന്നാ പൈസ? കള്ളപ്പണം ഇന്ത്യയിൽ നിന്ന് കടത്തി വിദേശത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്, അതങ്ങോട്ട് കിട്ടും. അപ്പം ഞാൻ നിങ്ങൾക്ക് 15 ലക്ഷം തരും. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് C2+50 ഉൽപാദന ചെലവിൻ്റെ കൂടെ 50% കൂടി ചേർത്ത് വില തരും. ഒരു കൊല്ലം 2 കോടി തൊഴിൽ തരും. പെൺകുട്ടികൾക്ക് പ്രത്യേക പരിഗണന. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, ജയ് ജവാൻ ജയ് കിസാൻ, അഴിമതി രഹിത ഇന്ത്യ. മോഡിയുടെ ഗീർവാണങ്ങളായിരുന്നു. ഇപ്പൊ നമ്മുടെ ഡൽഹിയിൽ കൃഷിക്കാർ സമരത്തിലാണ്. അവരുടെ ആവശ്യം എന്താ അറിയോ? ഒരു പുതിയ ഡിമാൻഡും ഇല്ല. 10 കൊല്ലം മുമ്പ് നരേന്ദ്രമോദി ഇന്ത്യയിൽ 472 തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ച കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മിനിമം താങ്ങുവില കൊടുക്കുമെന്ന മുദ്രാവാക്യം നിങ്ങൾ നടപ്പാക്കൂന്നാണ്. അങ്ങനെ മുദ്രാവാക്യം നടപ്പാക്കൂന്ന് പറഞ്ഞ ആളുകളെ വെടിവെച്ചു കൊന്നു. 7 ആള് മരണപ്പെട്ടു. കരിമ്പ് പഞ്ചായത്തിൽ നടന്ന തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ NK നാരായണൻകുട്ടി അധ്യക്ഷനായി. MLA K ശാന്തകുമാരി, LDF മുന്നണി നേതാക്കളായ ജോസ് ബേബി, KC റിയാസുദ്ദീൻ, നാസർ അത്താപ്പ, റെനി, V ഗോപിനാഥൻ, പ്രവീൺ പൊറ്റശ്ശേരി, ചിന്നക്കുട്ടൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K കോമളകുമാരി, CK ജയശ്രീ, MA ജോസ്, വീരാൻ സാഹിബ് തുടങ്ങി ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികളും സംഘടനാ നേതാക്കളും കൺവെൻഷനിൽ സംസാരിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ K രാധാകൃഷ്ണൻ സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു. CCN മണ്ണാർക്കാട്.